ഇനി വയനാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ കല്ലൂർ പുഴ കര കവിഞ്ഞൊഴുകുകയാണ്. പൊണംകുനി ഉന്നതിയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റി. മുൻകരുതലെന്ന നിലയിലാണ് കുട്ടികളടക്കം 8 പേരെ തിരുവണ്ണൂർ അങ്കണവാടിയിലേക്ക് മാറ്റിയത്. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും. സലാം, മുൻപ് ചൂരൽമല അപകടമുണ്ടായ സ്ഥലത്തിന് സമീപം തന്നെയാണ് ഈ വെള്ളം കയറിയിരിക്കുന്നത് എന്നുള്ള വാർത്തകൾ ആശങ്കപ്പെടുത്തുന്നതാണ്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? അവിടേക്ക് ഇനിയും കൂടുതൽ കുടുംബങ്ങളെ അവിടെ നിന്ന് ഒഴിപ്പിക്കാനുണ്ട്. എന്താണ് നിലവിലെ അവസ്ഥ? ജൻസി, നൂൽപ്പുഴ പഞ്ചായത്തിലെ കല്ലൂർ പുഴയാണ് കരകവിഞ്ഞൊഴുകുന്നത്. ഇതിൽ സമീപത്ത് താമസിക്കുന്ന പഴങ്കുനി എന്ന് പറയുന്ന ഉന്നതിയിൽപ്പെട്ട കുടുംബങ്ങളെയാണ് ഇപ്പോൾ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇനി ഒരു പക്ഷേ മഴ കനക്കുകയാണെങ്കിൽ മറ്റു കുടുംബങ്ങളെ കൂടി, അവശേഷിക്കുന്ന കുടുംബങ്ങളെ കൂടി ക്യാമ്പിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് അധികൃതരുടെ ഭാഗത്തുണ്ടാകുക. ഞങ്ങളിപ്പോൾ ഉള്ളത് ഈ ബെയിലി പാലത്തിന് സമീപത്താണ്. അതായത് ചൂരൽമല ഉരുൾപൊട്ടലിനെ തുടർന്ന് സ്ഥാപിച്ച ബെയിലി പാലത്തിന് സമീപമാണ്. ഇവിടെ നമുക്കറിയാം ഈ സമീപത്ത് ഒരു അപകടാവസ്ഥ നിലനിൽക്കുന്നത് എന്ന് വെച്ചാൽ, നേരത്തെ ഇന്നലെ ഈ കരയിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്ന് ഈ ബെയിലി പാലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ മണ്ണൊലിച്ചു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പട്ടികയിലാണ് ഇപ്പോൾ താങ്ങിക്കൊണ്ടാണ് ഈ ബെയിലിപ്പാലം നിൽക്കുന്നത്. ഈ സമീപത്ത് നിന്നും മണ്ണൊലിച്ചു പോയതിനെ തുടർന്ന് ഒരു പക്ഷേ ബെയിലിപ്പാലത്തിന് ഒരു അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ ഇവിടെയുള്ള അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിന് കാരണമായി പറയുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇവിടെ ഒരു സംരക്ഷണ ഭിത്തി, അതായത് ഈ പാലം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ഭിത്തി കെട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഭിത്തി അത്ര ഉയരത്തിലല്ലാത്തതാണ് ഈ രീതിയിൽ വെള്ളം പെട്ടെന്ന് തന്നെ പാലത്തിന് സമീപത്തേക്ക് കയറാനും അങ്ങനെ ഇവിടെ നിന്നും മണ്ണൊലിച്ചു പോകാനും ഒരു ഇടയാക്കിയതെന്നാണ് പറയുന്നത്. ഇപ്പോൾ നാട്ടുകാരൊക്കെ ചേർന്ന് കല്ലിട്ടുകൊണ്ട് ആ മണ്ണൊലിച്ചു പോയ ഭാഗത്ത് നികത്താനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. കൂടാതെ ഈ സംരക്ഷണ ഭിത്തിക്കും ചില ക്രാക്കുകൾ, അതായത് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇത് ഒരു പക്ഷേ ഈ ഭിത്തി തകർന്നു പോകാനും ഈ പാലത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടം സംഭവിക്കാനും ഇടയുണ്ട് എന്നുള്ളതാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ശക്തമായ മഴ തന്നെയാണ് ഇന്നലെയും ഇന്ന് അല്പസമയം മുമ്പ് വരെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അല്പം ശമനമുണ്ട്. കുറച്ചു നേരം മഴ മാറി നിൽക്കുന്നുണ്ട്. കലങ്ങി ഒഴുകുന്ന പുഴയാണ് ചൂരൽമല പ്രദേശത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വലിയ ഒരു അപകടം ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇന്നലെ ഉണ്ടായിരുന്നു എന്നാണ് ആളുകൾ പറഞ്ഞിരുന്നത്. അങ്ങനെ ഒരു ആശങ്ക നാട്ടുകാർ പ്രകടിപ്പിക്കുകയും ചെയ്തു. അതേ തുടർന്നാണ് അവർ പ്രതിഷേധമായി. ഇന്നലെ വലിയ ആശങ്കയിലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ പ്രദേശത്ത് അപകടം ഉണ്ടായതിന്റെ ഒരു ഭയപ്പാടിൽ കഴിയുന്ന ആളുകളാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ ഇനിയും ഒരു അപകടം ഉണ്ടാകുമോ എന്നൊരു ഭയം അവർക്കുണ്ടായിരുന്നു. എന്തായാലും നിലവിൽ അത്തരം ഭയമൊന്നും ഇല്ലാത്തൊരവസ്ഥ, അതായത് ഭയപ്പെടേണ്ട ഒരവസ്ഥ ഇല്ല എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത് സംഭവ സ്ഥലത്ത് നിന്ന്? അതേ ജൻസി, ഇപ്പോൾ മഴയ്ക്ക് ശമനമുണ്ട്. കൂടാതെ വലിയൊരു അപകടത്തിലേക്ക് അല്ലെങ്കിൽ അത്തരം അടിയന്തര സാഹചര്യമൊന്നും തന്നെ നിലവിലില്ല എന്ന് ഭരണകൂടം അറിയിച്ചിട്ടുമുണ്ട്. കൂടാതെ ഈ ഏതെങ്കിലും തരത്തിൽ ഭീതി പരത്തുന്ന അല്ലെങ്കിൽ ആശങ്ക പരത്തുന്ന വാർത്തകളോ വിവരങ്ങളോ പങ്കുവെക്കരുത്. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ ഓഫീസിൽ നിന്നും നൽകുന്ന വിവരങ്ങളാണ് ജനങ്ങൾ വിശ്വാസത്തിലെടുക്കേണ്ടത്. അങ്ങനെ കൃത്യമായി ഏതൊക്കെ ഭാഗങ്ങളിൽ, അതായത് വയനാട് ജില്ലയുടെ ഭാഗങ്ങളിൽ ലഭിക്കുന്ന മഴ സംബന്ധിച്ചുള്ള എത്ര അളവിൽ മഴ ലഭിക്കുന്നുണ്ട്, ഇതൊക്കെ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങളുണ്ടോ എന്നുള്ളത് ജില്ലാ ഭരണകൂടം സസൂക്ഷ്മം, അതായത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള അടിയന്തര ഇടപെടലുകൾ ആവശ്യമായാൽ ഉടൻ തന്നെ അത് നേരിടാനുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ ജില്ലാ ഭരണകൂടം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇന്ന് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും, അംഗനവാടികൾ, മദ്രസകൾ അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ പരിസ്ഥിതി ദുർബല പ്രദേശത്തുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം വിലക്കിയിട്ടുണ്ട്. ആ രീതിയിൽ ക്വാറികളുടെ പ്രവർത്തനം, കൂടാതെ യന്ത്രങ്ങൾ ഉപയോഗിച്ച് മണ്ണെടുക്കുന്നത് അടക്കമുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പോൾ നിരോധിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ അടിയന്തര നടപടികളും സ്വീകരിച്ചുകൊണ്ട് ഒരു സാഹചര്യം വന്നാൽ നേരിടാൻ വേണ്ട സജ്ജീകരണങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ അവസാനമായി ഒരു അപകടം അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടായത് കല്ലൂർ പുഴയിലാണ്. അവിടെ സമീപത്ത് താമസിക്കുന്ന ആളുകൾ താമസിക്കുന്നുണ്ട്. ഉന്നതി സമീപത്തുണ്ട്. അവിടേക്ക് വെള്ളം കയറിയതിനെ തുടർന്നാണ് ആളുകൾ ഒരു പരിഭ്രാന്തി ഉണ്ടായത്. അങ്ങനെ ഉടൻ തന്നെ നൂൽപ്പുഴ പഞ്ചായത്ത് അധികൃതരൊക്കെ തന്നെ സ്ഥലത്തെത്തി അവിടെയുള്ള കുടുംബങ്ങളെ സുരക്ഷിതമായ ഒരു ക്യാമ്പിലേക്ക് മാറ്റി താമസിപ്പിക്കാൻ അവർക്കായിട്ടുണ്ട്. അങ്ങനെ ഇനി ഏതെങ്കിലും തരത്തിൽ വരും ദിവസങ്ങളിലും ഇവിടെ ഓറഞ്ച് അലേർട്ട് തന്നെയാണ് ജില്ലയിലുള്ളത്. അങ്ങനെ ഒരു മഴ കനക്കുകയാണെങ്കിൽ, അത്തരമൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഉടൻ തന്നെ അവിടെയുള്ള ബാക്കി അവശേഷിക്കുന്ന കുടുംബങ്ങളെ കൂടി ക്യാമ്പിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമം ഉണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും അതിശക്തമായ മഴ ലഭിക്കുന്നുണ്ട് എങ്കിൽ പോലും ഒരു ആശങ്കപ്പെടേണ്ട അല്ലെങ്കിൽ ഭയപ്പെടേണ്ട ഒരു സാഹചര്യമൊന്നും തന്നെ നിലവിലില്ല എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി നമുക്ക് ഇവിടെ നിന്നും പറയാൻ കഴിയുക. ഇപ്പോൾ എന്തായാലും വയനാട്ടിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും ഒക്കെ അതിശക്തമായ മഴ ഉണ്ടായിരുന്നെങ്കിലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാധ്യതയില്ല.